ബജാജ് ഫിനാൻസ് ലിമിറ്റഡ് അവരുടെ Q3 റിസൾട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് അവരുടെ ടോട്ടലായിട്ടുള്ള ഡേറ്റ ഒന്ന് സമ്മറി നോക്കാം. നമുക്ക് റവന്യൂ ഫ്രം ഓപ്പറേഷൻ നമുക്ക് 21,213 കോടി രൂപയാണ് ഈ ഒരു ക്വാർട്ടറിൽ കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ക്വാർട്ടറിൽ 20,178 ആയിരുന്നു. ഇയർ ഓൺ ഇയർ ക്വാർട്ടറിൽ നോക്കുന്ന സമയത്ത് 18,035 കോടിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നല്ല രീതിയിൽ ഒരു ഗ്രോത്ത് റവന്യൂ ഫ്രം ഓപ്പറേഷനിൽ ക്വാർട്ടർ ടു ക്വാർട്ടറും ഇയർ ഓൺ ഇയർ ക്വാർട്ടറിലും നല്ല രീതിയിലൊരു ഗ്രോത്ത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഇൻകം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാരാമീറ്ററാണ്. അവിടെ നമുക്ക് 18,656 കോടി രൂപ ഈ ഒരു ക്വാർട്ടറിലും കഴിഞ്ഞ ക്വാർട്ടറിൽ 17,795 കോടിയും ഇയർ ഓൺ ഇയർ ക്വാർട്ടറിൽ 17,768 കോടിയായിരുന്നു. ഇവിടെ നമുക്ക് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ നല്ല രീതിയിലൊരു ഗ്രോത്ത് ഉണ്ട്. ക്വാർട്ടർ ടു ക്വാർട്ടറും ഇയർ ഓൺ ഇയർ ക്വാർട്ടറിലും നല്ല രീതിയിലൊരു ഗ്രോത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് റവന്യൂ ഫ്രം ഓപ്പറേഷൻ നല്ല രീതിയിൽ ഒരു ഗ്രോത്ത് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു റിസൾട്ടിൽ. നമുക്ക് എക്സ്പെൻസിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ക്വാർട്ടറിൽ 15,520 കോടിയാണ് എക്സ്പെൻസ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ക്വാർട്ടറിൽ 13,575 ഇയർ ഓൺ ഇയർ ക്വാർട്ടറിൽ 12,295. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു ഒത്തിരി എക്സ്പെൻസ് കൂടിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുന്ന സമയത്തും ഇയർ ഓൺ ഇയർ ക്വാർട്ടർ നോക്കുന്ന സമയത്തും നല്ല രീതിയിൽ എക്സ്പെൻസ് കൂടിയിട്ടുണ്ട്. അപ്പം റവന്യൂ ഫ്രം ഓപ്പറേഷൻ കൂടി, അതിനനുസരിച്ച് എക്സ്പെൻസും ഇത്രമാത്രം കൂടിയതുകൊണ്ട് തന്നെ നമുക്ക് പ്രോഫിറ്റ് ഫോർ ദ പീരീഡ്, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നമ്മൾ നോക്കുന്ന സമയത്ത് 4,066 കോടി രൂപയാണ് ഈ ഒരു ക്വാർട്ടറിൽ നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ക്വാർട്ടറിൽ എത്രയായിരുന്നു? 4,947 കോടിയായിരുന്നു. കഴിഞ്ഞ ഇയർ ഓൺ ഇയർ ക്വാർട്ടറിൽ നോക്കുകയാണെങ്കിൽ 4,308. അപ്പോൾ നമുക്ക് ക്വാർട്ടർ ടു ക്വാർട്ടറിലും അതുപോലെ തന്നെ ഇയർ ഓൺ ഇയർ ക്വാർട്ടർ നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു കുറവ് ടോട്ടൽ പ്രോഫിറ്റിൽ വന്നിട്ടുണ്ട്. മാർക്കറ്റിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ഇതിൽ കൂടുതലായിരുന്നു. 5,000 ആയിരുന്നു മാർക്കറ്റിൻ്റെ അപ്രോക്സിമേറ്റ് ഒരു എസ്റ്റിമേഷൻ. അതുപോലും എത്താൻ സാധിച്ചിട്ടില്ല. അപ്പം റവന്യൂ കൂടി, അതിനൊപ്പം തന്നെ അത്രമാത്രം എക്സ്പെൻസ് കൂടിയതുകൊണ്ട് പ്രോഫിറ്റ് ഇവിടെ കുറഞ്ഞായിട്ട് നമുക്കിവിടെ ബജാജ് ഫിനാൻസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഏണിങ്സ് പെർ ഷെയർ നോക്കുന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. ഏണിങ്സ് പെർ ഷെയറിൽ നമുക്ക് ഈ ഒരു ക്വാർട്ടറിൽ 6.40, കഴിഞ്ഞ ക്വാർട്ടറിൽ 7.85, ഇയർ ഓൺ ഇയർ ക്വാർട്ടറിൽ 6.86. അപ്പോൾ ഇവിടെ നമുക്ക് ഏണിങ്സ് പെർ ഷെയറും കുറഞ്ഞതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.